Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ക്ലാസ് 12 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണാം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡെറിവേഷൻസും അങ്ങനെയുള്ള നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ വേണമെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് നോക്കാവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. First question is asked in the year 2020-21. അതായത് question is define an ideal electric dipole. Give an example. Second question is derive an expression for the torque experienced by an electric dipole in a uniform electric field. What is net force acting on this dipole? And third question is an electric dipole of length 2 cm is placed with its axis making an angle 60 degree with respect to uniform electric field of 10 raised to 5 Newton per coulomb. If it experiences a torque of 8√3 Newton meter, calculate the magnitude of charge on the dipole and its potential energy. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിഫൈൻ ആൻ ഐഡിയൽ ഇലക്ട്രിക് ഡൈപോൾ. ഗിവ് ആൻ എക്സാമ്പിൾ. അതായത് എന്താണ് ഒരു ഐഡിയൽ ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെ ആൻസർ ചെയ്യാം? ഒരു ഐഡിയൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? രണ്ട് ചാർജസ് ഉണ്ടാവും. ദാറ്റ് ഈസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ചാർജസ്. ദേ വിൽ ബി സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ, അതായത് ഐഡിയൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ആൻഡ് ഐഡിയൽ ഇലക്ട്രിക് ഡൈപോൾ കൺസിസ്റ്റ് ഓഫ് ടു charges, that is plus q and minus q separated by a very small distance. And examples ഏതൊക്കെയാണ്? H2O, HCl, N2O ഇവയൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഡൈപോൾ എന്നുള്ളതാണ്. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് ഡൈപോൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. Here for finding the equation of torque we have to consider an electric dipole. അതായത് ഒരു പ്ലസ് ക്യൂ ചാർജ് മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. They are separated by a distance 2a and they have kept in an uniform electric field. അതിന്റെ ഇന്റൻസിറ്റി ആണ് E എന്ന് പറയുന്നത്. ഇനി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. There is an angle theta with the dipole and the field direction. അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് തീറ്റ. Okay, and the two forces acting in plus q charge and minus q charge are plus QE and minus QE respectively. Okay, and here we have to find the torque. എങ്ങനെയാണ് ടോർക്ക് കാണുക? ടോർക്ക് കാണുന്നുണ്ടെങ്കിൽ എനി വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സസ് ഏതൊക്കെയാണ്? പ്ലസ് QE മൈനസ് QE ആണ്. അപ്പോൾ എനി വൺ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താൽ മതി. ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 2a sin theta ആണ്. കാരണം ഇവിടെ ആംഗിൾ തീറ്റ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ദ പെർപെൻഡിക്കുലർ വിൽ ബി 2a sin theta because this side is 2a and that will be 2a sin theta. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എനി വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്? QE ആണ് അല്ലെ. സോ QE ഇൻറ്റു 2a sin theta എന്ന് എഴുതാം. ഇനി 2aq എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? P ക്ക് ഈക്വൽ അല്ലേ? ഡൈപോൾ മൊമെന്റിന് ഈക്വൽ ആണ്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോ ഇസ് ഈക്വൽ ടു PE sin theta എന്ന് എഴുതും. ഇനി PE sin theta നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഇസ് ഈക്വൽ ടു P ക്രോസ് E എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്ക്. ഓക്കെ, അതിന്റെ തേർഡ് പാർട്ടിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ഇലക്ട്രിക് ഡൈപോൾ വിച്ച് ഹാസ് എ ലെങ്ത് 2 cm ഈസ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 10 raised to 5 Newton per coulomb ആണ്. അപ്പൊ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 10 raised to 5 Newton per coulomb ആണ്. ലെങ്ത് എത്രയാണ്? അതായത് ഇലക്ട്രിക് ഡൈപോളിന്റെ ലെങ്ത് 2 cm ആണ്. ആംഗിൾ തീറ്റ is 60 ഡിഗ്രി. ഇനി ഇഫ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക് ഓഫ് 8√3 Newton meter, അതായത് അവിടുത്തെ ടോർക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 8√3 Newton meter ആണ്. Here we have to calculate the magnitude of charge on the dipole and its potential energy. അപ്പൊ നമുക്ക് ഇവിടെ ചാർജും പൊട്ടൻഷ്യൽ എനർജിയും ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോർക്കിനുള്ള ഇക്വേഷൻ ഓൾറെഡി അറിയാം അല്ലെ? ടോ ഇസ് ഈക്വൽ ടു P ക്രോസ് E അല്ലെങ്കിൽ PE sin theta ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ക്യൂവിന്റെ വാല്യൂ കാണാൻ പറ്റുക നോക്കാം. അപ്പൊ പിക്ക് പകരം എന്താ എഴുതാം? 2aq എന്ന് എഴുതാം ഇൻറ്റു E sin theta. ഇനി ടോ 8√3 ആണ് തന്നിട്ടുണ്ട്. Q ഇൻറ്റു 2a എന്ന് പറയുന്നത് എത്രയാണ്?
2 സെന്റിമീറ്റർ ആയിരുന്നു, അതിനൊന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം. ദാറ്റ് ഈസ് 0.02. ഇനി ഇൻറ്റു ഇ ഈസ് 10⁵ ഇൻറ്റു സൈൻ 60 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഒന്ന് ക്യൂ കാണാലോ, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ എന്തായിട്ട് മാറും? 8 ഇൻറ്റു 10⁻³ കൂളമാണ്. ഇനി അതാണ് ചാർജ്. അപ്പൊ 8 ഇൻറ്റു 10⁻³ കൂളമാണ് ചാർജ്. വളരെ ഈസി ആയിട്ട് കാണാവുന്നതാണ്. അതായത് ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഇസിക്കൽ ടു പി ഇ സൈൻ തീറ്റ എന്ന് അറിയാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് പിക്ക് പകരം എന്ത് കൊടുക്കാം? 2AQ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാണാം? പി ഇസിക്കൽ ടു മൈനസ് പി ഇ കോസ് തീറ്റയാണ്. അപ്പൊ ഇവിടെ മൈനസ് പിക്ക് പകരം എന്താ എഴുതാം? -q ഇൻറ്റു 2a ഇൻറ്റു ഇ കോസ് തീറ്റ എന്ന് എഴുതാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -8 ഇൻറ്റു 10⁻³ ഇൻറ്റു 2aക്ക് പകരം എന്താ എഴുതാം? 0.02 ഇൻറ്റു ഇ 10⁵ ഇൻറ്റു കോസ് 60. സോ വെൻ വി ക്യാൻ കാൽക്കുലേറ്റ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് -8 ജൂൾ. അതായത് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് കിട്ടുന്നത്? -8 ജൂൾ ആണ്. ഓക്കെ. Next question is asked in the year 2019. First question is derive an expression for an electric field at any point on the equatorial line of an electric dipole. Derive an expression for the electric field at any point on the equatorial line of an electric dipole. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡെറിവേഷൻസ് ആണ്. അതായത് ഡൈപോളിന്റെ കേസിലെ ഇലക്ട്രിക് ഫീൽഡ് at the point on the equatorial line and axial line of the electric dipole. അപ്പൊ ഈ രണ്ട് ഡെറിവേഷൻസും കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക. അതിന്റെ ലിങ്ക് ഈ വീഡിയോയിൽ തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷൻ ആണ്. അതിന്റെ കൂടെ ചോദിച്ചിട്ടുള്ള എന്താണ്? 2 identical point charges, that is Q, each are kept 2 meter apart in air. അതായത് രണ്ട് ചാർജസ് they are at a distance of 2 meter and a third point charge Q of unknown magnitude and sign is placed on the line joining the charges such that the system remains in equilibrium. Then find the position and nature of Q. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതായത് രണ്ട് ചാർജസ്, അതിനെ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം അല്ലെ. രണ്ട് ചാർജസ് ഈക്വൽ ആണ്, അതായത് പോയിന്റ് ചാർജസ് ആണ്. ദേ ആർ കെപ്റ്റ് 2 മീറ്റർ അപ്പാർട്ട്. ഓക്കെ. അപ്പൊ അവയ്ക്ക് ഇടയിൽ വെച്ചിട്ടുള്ള ഒരു ചാർജ് എത്രയാണ്? Q എന്ന് പറയുന്ന ഒരു ചാർജ് ആണ്, തേർഡ് ചാർജ്, ദാറ്റ് ഈസ് അൺനോൺ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സൈൻ. ഓക്കെ, വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ലൈൻ ജോയിനിങ് ദ ചാർജസ്. ദെൻ ദ കണ്ടീഷൻ ഈസ് ഗിവൺ. എന്താണ് തന്നിട്ടുള്ളത്? സിസ്റ്റം റിമെയിൻസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പൊസിഷൻ ആൻഡ് നേച്ചർ ഓഫ് Q ആണ് കാണേണ്ടത്. അപ്പൊ ഫസ്റ്റ് കേസിൽ ഡെറിവേഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ലിങ്ക് കാണുക. അതായത് എങ്ങനെയാണ് ഒരു ഇവിടെ ചോദിച്ചിട്ടുള്ള ഏതാണ്? ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു ഡൈപോളിന്റെ കേസിൽ ഉണ്ടാവുന്ന ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതായത് -q + q എന്ന് പറയുന്ന ചാർജസ് ആണ്. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ലെങ്ത് 2l ആയിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ സെൻട്രലിൽ നിന്ന് ഒരു ഇക്വറ്റോറിയൽ പോയിന്റിൽ വരുന്നത്, അതായത് q എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഡൈപോൾ കൊണ്ടുണ്ടാവുന്ന ഫീൽഡ്, അതായത് അപ്പോൾ എ കൊണ്ടുണ്ടാവുന്ന ഫീൽഡ് പ്ലസ് ബി കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് എന്താണ്? EQ എന്ന് പറയുന്നത് A + EB ആയിരിക്കും. അവ കണ്ടതിന് ശേഷം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ദാറ്റ് ഈസ് EQ is equal to 1/4πε0 P divided by x² + L² the whole raised to 3/2 എന്നുള്ളതാണ്. അപ്പൊ ആ ഇക്വേഷനും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഡെറിവേഷൻ ഡൗട്ട് ഉള്ളവര് ഒന്ന് ലിങ്കിൽ നോക്കിയിട്ട് വീഡിയോ റെഫർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്ത് ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കാം. നമുക്ക് അടുത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ഡയഗ്രാമാറ്റിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് രണ്ട് ഐഡന്റിക്കൽ ചാർജസ് എന്ന് പറയുന്നത് ഇവിടെ +q ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, രണ്ട് Q ചാർജസ് ആണ് ഉള്ളത്. അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെന്ററിലാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ മറ്റൊരു തേർഡ് പോയിന്റ് കൺസിഡർ ചെയ്യാണ് Q എന്ന് പറയുന്നത്. സപ്പോസ് അറ്റ് P വി ആർ കൺസിഡറിങ് ദ പോയിന്റ് Q. അതായത് ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ സെന്റർ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി Q മുതൽ P വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ x ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതായത് P2 നെക്സ്റ്റ് Q എന്തായിരിക്കും വരുന്നത്? ടോട്ടൽ 2 ആണ്. ഈ ഡിസ്റ്റൻസ് x ആണെന്നുണ്ടെങ്കിൽ ബാക്കി എന്തായിരിക്കും? 2 - x ആണ് അല്ലെ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ഒന്ന് എഴുതി നോക്കാം. അതായത് ഇവ ഇക്വിലിബ്രിയത്തിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് f(x) ഷുഡ് ബി ഈക്വൽ ടു f(2 - x) ആണ്. അങ്ങനെയാണെങ്കിൽ എഫിന്റെ ഇക്വേഷൻ എഴുതാലോ. ഫോഴ്സ് കാണാൻ കൂളംസ് ലോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. 1/4πε0 Q3/x² ആണ്. അതായത് ഡിസ്റ്റൻസ് x ആണ് ഫസ്റ്റ് കേസിൽ. അടുത്ത കേസിൽ എന്താ വരുന്നത്? 1/4πε0 ചാർജസ് സെയിം ആണ്, സ്മോൾ q ആൻഡ് ക്യാപിറ്റൽ Q ആണ്, ഡിവൈഡഡ് ബൈ
2 minus x the whole square അതല്ലേ സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും 1 by x square is equal to 1 by 2 minus x the whole square എന്ന് വരും അല്ലെ. അപ്പൊ അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എന്താണ് കിട്ടുന്നത് 2 minus x ആണ്. അതായത് x is equal to 2 minus x ആണ്. സോ x will be equal to 1 meter. അപ്പോൾ 1 meter ഡിസ്റ്റൻസിൽ വെക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ക്യൂ എന്ന് പറയുന്ന ചാർജ് പോയിന്റ് ക്യൂ എന്ന് അതായത് 1 മീറ്റർ അതായത് 2 മീറ്ററിന്റെ കറക്റ്റ് സെന്ററിൽ വെക്കുന്ന സമയത്താണ് എന്ത് കിട്ടുന്നത്, അവ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ നേച്ചർ എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് ചാർജസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഹാവിങ് സെയിം നേച്ചർ ആണ്. സോ തേർഡ് ചാർജ് കുഡ് ബി എനി നേച്ചർ, അതായത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, as the forces on it at the center are equal and opposite. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്താവാം, രണ്ടായാലും പ്രശ്നമില്ല, പോസിറ്റീവ് ഓർ നെഗറ്റീവ് we can select. Okay, so next 5 mark question ആണ്, അതായത് 2017 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Derive an expression for the electric field E due to a dipole length 2L at a point distant R from the center of the dipole on the axial line and draw a graph of E versus R for R greater than L. And the next question is, if this dipole is kept in a uniform external electric field E0, diagrammatically represent the position of the dipole in stable and unstable equilibrium and write the expression for the torque acting on the dipole in both the cases. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, ഫസ്റ്റ് കേസിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഓഫ് ലെങ്ത് 12, അതായത് ഡൈപോളിന്റെ കേസിൽ ഉണ്ടാവുന്ന അതായത് ഇലക്ട്രിക് ഫീൽഡ് at the on the axial line ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ഇക്വിറ്റോറിയൽ ലൈനിന്റെ കേസാണ് പറഞ്ഞത്, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്, ആക്സിയൽ ലൈൻ ആണ്. നെക്സ്റ്റ് കേസിൽ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇ വേഴ്സസ് ആർ. നെക്സ്റ്റ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇഫ് ഇറ്റ് ഈസ് kept in uniform external electric field, diagrammatically represent the position of the dipole in stable and unstable equilibrium and write the expression for torque എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ആണ്, അല്ലാതെ ആക്സിയൽ ലൈൻ. അപ്പൊ നമ്മൾ ആക്സിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെറിവേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൽ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഒരു പ്ലസ് ക്യൂ ചാർജും മൈനസ് ക്യൂ ചാർജും അവർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2L ആണ് അല്ലെ. അപ്പൊ നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിനകത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് ആൻഡ് മൈനസ് ക്യൂ ചാർജ്, അതായത് രണ്ട് ചാർജസും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടതിന് ശേഷം അവയുടെ ടോട്ടൽ കാണായിരുന്നു ചെയ്തത്. അതായത് ഇ പി വിൽ ബി ഈക്വൽ ടു ഇ എ പ്ലസ് ഇ ബി എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരുന്നു, അതായത് ഇക്വേഷൻ എന്താണ്, ഇ പി ഇസ് ഈക്വൽ ടു 1/4πε0 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആണ്. അതായത് 1/4πε0 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരുന്ന ഇക്വേഷൻ. ഇനി ആ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇയും ആറും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതായത് ഇ പി ഇസ് പ്രൊപ്പോർഷണൽ ടു എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, 1/r ക്യൂബ് ആണ്. അതായത് ആർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഈ ഷാർപ്ലി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക നോക്കാം. ഈ ഗ്രാഫ് സാധാരണ ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പൊ ഗ്രാഫിന്റെ ഷേപ്പ് ഒന്ന് ഓർത്തിരിക്കുക, കാരണം ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r ക്യൂബ് ആയതുകൊണ്ട് ആർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇ വിൽ ഡിക്രീസ് അല്ലെ. സോ here E is proportional to 1/r cube. So as R increases, E will sharply decrease. So the shape of the graph will be as shown in the figure. അപ്പൊ നമുക്ക് ഇവിടെ ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോൾ R ആണ് എക്സ് ആക്സിസിൽ എടുത്തിട്ടുള്ളത്, E is taken along y-axis. Okay, so here we will get the shape of the graph. ആ ഗ്രാഫ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്, അതെന്തായിരുന്നു, ഇഫ് ദിസ് ഡൈപോൾ ഈസ് കെപ്റ്റ് ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് E0, ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് ഡൈപോൾ ഇൻ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതുപോലെ തന്നെ അവയുടെ ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ടോർക്ക് ആക്ടിങ് ഓൺ ദ ഡൈപോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, അതായത് when the dipole were kept in a uniform electric field, torque acting on the dipole എന്തായിരിക്കും, tau is equal to p cross e ആണ്, or pe sin theta ആണ്. അപ്പൊ അതിന്റെ ഡയഗ്രാം വരുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ് അല്ലെ. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്, അതിനകത്ത് രണ്ട് ചാർജസ് വെച്ചിട്ടുണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു, 2a ആയിരുന്നു. ഇനി അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ, ദ ആംഗിൾ വിച്ച് മേക്സ് ദ ഡൈപോൾ വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ, ദാറ്റ് ഈസ് തീറ്റ.
ഇനി ഏതൊക്കെ കേസസ് ആണ് തന്നിട്ടുള്ളത്? തീറ്റ 0 ആവുന്ന കേസിൽ എന്താ സംഭവിക്കുന്നത്? തീറ്റ =0 ആണെന്നുണ്ടെങ്കിൽ PE sin 0 വരും. sin 0 0 ആയതുകൊണ്ട് എന്ത് കിട്ടും? ടോർക്ക് വിൽ ബി 0. ഓക്കെ, അതായത് ഡൈപോൾ വിൽ ബി ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. Now here we can see the diagrammatic representation in the case of stable equilibrium. So stable equilibrium in the case angle between P and E will be 0. So that dipole should be placed parallel to the electric field. So as shown in the figure. Okay. നെക്സ്റ്റ് കേസിൽ എപ്പോഴാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കിട്ടുന്നത് നോക്കാം. അതായത് തീറ്റ 180 ഡിഗ്രി ആവുന്ന സമയത്ത് ടോ വിൽ ബി 0. ഓക്കെ, അതായത് P ആൻഡ് -E ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഡൈപോൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുന്നതെന്ന് നമുക്ക് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത് നോക്കാം. സോ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ആംഗിൾ എത്ര ആയിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ദാറ്റ് ഈസ് ഡൈപോൾ ഷുഡ് ബി ആന്റി പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. Next question is define torque acting on a dipole of dipole moment P placed in a uniform electric field E. Express it in the vector form and point out the direction along which it acts. And also what happens if the field is non-uniform? And the last question is what would happen if the external field E is increasing A parallel to P and anti-parallel to P. So അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിഫൈൻ ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ ആണ്. അതായത് ടോർക്ക് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾസോ വി ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ വെക്ടർ ഫോം ആൻഡ് പോയിന്റ് ഔട്ട് ദ ഡയറക്ഷൻ അലോങ് വിച്ച് ഇറ്റ് ആക്ട്സ്. അതായത് അതിനെ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. ഓൾസോ വി ഹാവ് ടു മെൻഷൻ ദി ഡയറക്ഷൻ. അപ്പൊ എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യുക? ടോ ഇസ് ഈക്വൽ ടു PE sin θ ആണ്. P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. E is the electric field and theta is the angle between P and E. Okay, അപ്പൊ ടോർക്ക് is equal to PE sin θ. ഇനി വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതാം? ടോ ഇസ് ഈക്വൽ ടു P ക്രോസ് E എന്ന് എഴുതാം. വെക്ടർ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ടോ ഇസ് ഈക്വൽ ടു P ക്രോസ് E ആണ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് ടോർക്ക് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ഡയമെൻഷണൽ ഫോർമുല ml² T⁻² ആണ്. ടോർക്ക് എപ്പോഴും ഡയറക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ബി ഓൾവേസ് ഡയറക്റ്റഡ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് ഡൈപോൾ മൊമെന്റിന്റെയും ഇലക്ട്രിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ടോർക്ക് എപ്പോഴും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി 3 കേസസ്. അതായത് ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 0, ടോർക്കിന്റെ വാല്യൂ എന്തായിരിക്കും? ടോ ഇസ് ഈക്വൽ ടു PE sin θ ആണ്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് sin 0 ആയി വരുന്ന സമയത്ത് അതായത് ടോ എന്തായി മാറും? 0 ആയിരിക്കും അല്ലെ? sin 0 0. സോ തീറ്റ ഇസ് ഈക്വൽ ടു 0, ദെൻ ടോ ഇസ് ഈക്വൽ ടു 0. ആ കേസാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് എങ്ങനെ വരുന്നത്? തീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ അപ്പൊ എത്രയായിരിക്കും വരിക? ടോർക്ക് മാക്സിമം ടോർക്ക് കിട്ടും അല്ലെ? ടോ ഇസ് ഈക്വൽ ടു P into E എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക്. ഇനി തീറ്റ 180 ഡിഗ്രി ആവുന്ന സമയത്തോ ടോ 0 ആയിരിക്കും അല്ലെ? അതിനെയാണ് നമ്മൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ദെൻ ടോ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ദ ഡൈപോൾ വിൽ ബി ഇൻ ദ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി അടുത്ത കേസിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇഫ് ദ ഫീൽഡ് നോൺ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ നമ്മൾ നേരത്തെ പഠിച്ചത്? എന്താ? അതായത് ടോ ഇസ് ഈക്വൽ ടു PE sin θ എന്ന് പറയുന്നത് ടോർക്ക് യൂണിഫോം ആവുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആവുന്ന കേസാണ്. ഇനി നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മളൊരു ഡൈപോളിനെ പ്ലേസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടുത്തെ ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കില്ല അല്ലെ? അതായത് ദർ വിൽ ബി എ നെറ്റ് ഫോഴ്സ് ഇൻ അഡീഷൻ ടു ദ ടോർക്ക്. ഓക്കെ, അതായത് ടോർക്കിന് പുറമെ ഒരു നെറ്റ് ഫോഴ്സും കൂടി ആക്ട് ചെയ്യുന്നുണ്ടാവും. and the resulting motion would be combination of translation and rotational motion ആയിരിക്കും. അപ്പോൾ റൊട്ടേഷണൽ മോഷനും ട്രാൻസ്ലേഷണൽ മോഷനും കമ്പൈൻഡ് ആയിട്ടായിരിക്കും അത്തരം ഒരു കേസിൽ, അതായത് നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു ഫീൽഡിന്റെ കേസിൽ ഉണ്ടാവുക. സോ ടോ ഇസ് ഈക്വൽ ടു P ക്രോസ് E ആണ്. ഇനി നെറ്റ് ടോർക്ക് ഓൺ ദ ഡൈപോൾ ഡിപ്പെൻഡിങ് ഓൺ ദി ലൊക്കേഷൻ ആണ്, വേർ R is the position vector of the center of the dipole. ഈ ക്വസ്റ്റിന്റെ ലാസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് ഇൻക്രീസിങ് പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ? അതായത് ഇവിടെ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും? പാരലൽ ആയിട്ടാണ് ഫീൽഡും ഡൈപോൾ മൊമെന്റും പാരലൽ ആണെങ്കിൽ തീറ്റ 0 ആയിരിക്കും അല്ലെ? അവിടുത്തെ ടോർക്ക് എന്തായി മാറും? 0 ആണ്. സൈൻസ് 0 ആണ്. സോ ടോർക്ക് വിൽ ബി PE sin 0. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനി നെറ്റ് ഫോഴ്സ് ഉണ്ടാവും, കാരണം അതൊരു
നോൺ യൂണിഫോം ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. പക്ഷെ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഡയറക്ഷൻ വിൽ ബി ഇൻ ദ ഇൻക്രീസിങ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇൻക്രീസിങ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് സെയിം ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ അത് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, അപ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ലീനിയർ മോഷൻ അലോങ് ദി ഡൈപോൾ മൊമെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയഗ്രമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി if the electric field is increasing anti parallel to P ആണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നത് ആന്റി പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവിടുത്തെ ടോർക്ക് സീറോ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ദാറ്റ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, അവിടെ ഒരു ഇൻക്രീസിങ് ഫോഴ്സ് ഉണ്ടാവും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും, നെറ്റ് ഫോഴ്സ്. ബട്ട് ദാറ്റ് വിൽ ബി ഇൻ ദ opposite direction of dipole moment. So it will move opposite to the dipole moment. അതിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഏത് ഡയറക്ഷനിലാണോ ഫീൽഡ് ആക്ട് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഡൈപോൾ മൊമെന്റ് വരുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ടോപ്പിക്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്ന ഫസ്റ്റ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ടോപ്പിക്, അതായത് ഇപ്പോൾ കൂളംസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ, ഇത്രയും ഏരിയയിൽ നിന്ന് 5 മാർക്കിന്റെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ, അതായത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോയുടെ ഫുൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റെഫർ ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ, ഇലക്ട്രിക് ഫ്ലക്സ് ആൻഡ് ഗോസസ് തിയറം. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ